ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും ഇത് എന്ത് ഇലയാണ്? അതിപ്പോൾ കുറച്ചായിട്ട് ഫുൾ ഇലക്കറികളാണ് ഇവിടെ. അപ്പോൾ ഇത് ചീരയല്ല, മുരിങ്ങയല്ല, ഇത് നമ്മുടെ പയറുണ്ടല്ലോ, പച്ചപ്പയർ, അതിൻ്റെ ഇലയാണ്. അപ്പോൾ ഇതാ പയറിൻ്റെ ഇല കുറച്ച് കിട്ടി. അപ്പോൾ അതിനെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ പച്ചക്കറികളിലും ഓരോ മായമാണല്ലോ. അപ്പോൾ വിചാരിച്ചു കുറച്ച് നാച്ചുറലായിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കിട്ടണ സമയത്ത് നമുക്ക് കഴിക്കാമല്ലോ. വേറൊരു വഴിയില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അതാ കുറച്ച് പയറിൻ്റെ ഇല കിട്ടി. എന്നാൽ നമുക്കതിനെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കിയിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ പയറിൻ്റെ ഇല വെച്ച് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, പിന്നെ കുറച്ച് സവാള എടുത്തു, ഒരു പകുതി ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ മിക്സിയിലെ ചെറിയ ജാറിൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നല്ലൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി പൊട്ടി വരട്ടെ. കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ ഉള്ളിയുടെയൊക്കെ ആ മിക്സ്ചർ നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം, എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ പച്ചമുളകാണ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. കുരുമുളക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അങ്ങ് വഴറ്റി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണേ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഈസി ആയിട്ട് ഉണ്ടാക്കിയ പയറിൻ്റെ ഇല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ബൈ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. നല്ല ഹെൽത്തി റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.